بسم الله الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد بسم الله الرحمن الرحيم لإلاف قريش إلافهم رحلة الشتاء والصيف فليعبدوا رب هذا البيت الذي أطعمهم من جوع وآمنهم من خوف. ഏറ്റവും ആദരവ് നിറഞ്ഞ ഉസ്താദുമാർ, മറ്റ് വിദ്യാർത്ഥി സുഹൃത്തുക്കൾ, പരിശുദ്ധമായ ഖുർആനിലെ 106-ാം അധ്യായം സൂറത്ത് ഖുറൈശ് കുറിച്ചാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ ചില കാര്യങ്ങൾ സംസാരിക്കുന്നു. അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വന്തം നാമത്തിൽ ഒരു സൂറത്ത് ഖുർആനിലുണ്ട്. എന്നാൽ ഖുർആൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നാട് സംബന്ധിച്ചോ പിതാവിനെ സംബന്ധിച്ചോ ഭാര്യമാരെ സംബന്ധിച്ചോ ഒരൊറ്റ സൂറത്തും ഖുർആനിൽ കാണാൻ കഴിയില്ല. മറിച്ച് ഖുർആൻ ഉൾക്കൊള്ളിച്ചത് ആ പ്രവാചകന്റെ തറവാട് ഖുറൈശികളെ പറ്റിയാണ് ഖുർആൻ പ്രത്യേകമായ സൂറത്ത് നൽകിക്കൊണ്ട് നമ്മോട് അഭിസംബോധന ചെയ്തത്. ചില മഹാന്മാർ പറഞ്ഞ പ്രകാരം ഈ സൂറത്ത് മേലെ കഴിഞ്ഞ അലം തറ കൈഫ ഫഅല റബ്ബുക ബിഅസ്ഹാബിൽ ഫീൽ എന്നതിന്റെ തുടർച്ചയാണ് സൂറത്ത് ഖുറൈശ് എന്ന് പറഞ്ഞ മഹാന്മാരുണ്ട്. ഏതായാലും സൂറത്ത് ഖുറൈശ് നമ്മളോട് വിളിച്ചു പറയുന്ന ആശയം എന്ന് പറഞ്ഞാൽ ഖുർആനിന്റെ ആശയം 3ആയി ചുരുക്കിയാൽ ഒന്ന് തൗഹീദിനെ സ്ഥിരപ്പെടുത്തലാണ്, രണ്ടാമത്തേത് റിസാലത്താണ്, മൂന്നാമത്തേത് നാളെ ആഖിറമുണ്ട്, ആ ജീവിതമുണ്ട് എന്ന് സ്ഥിരപ്പെടുത്തലാണ്. ഈ 3 കാര്യം എടുത്തു നോക്കുമ്പോൾ സൂറത്ത് ഖുറൈശ് നമ്മളോട് അഭിസംബോധന ചെയ്യുന്നത് തൗഹീദിലേക്കാണ്. നിങ്ങൾ ഏക ഇലാഹിലേക്ക് ആരാധന അർപ്പിക്കണമെന്ന് അള്ളാഹു നമ്മോട് പഠിപ്പിക്കുന്നു. അബ്രഹത്ത് രാജാവും കൂട്ടരും മക്ക ദേശത്ത് വന്നുകൊണ്ട് കഅബാലയം വെട്ടിപ്പൊളിക്കുവാൻ ശ്രമിച്ചപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അബാബേൽ പക്ഷികളെ കൊണ്ട് അബ്രഹത്തിനെ നശിപ്പിച്ചു കളഞ്ഞു. അതിന്റെ ശേഷം ഖുറൈശികൾക്ക് പ്രതാപവും അഭിമാനവും തിരിച്ചു വന്നപ്പോൾ, ഓ ഖുറൈശികളെ, നിങ്ങളുടെ മനസ്സ് നാം ഇണക്കി തന്നു. ആദ്യം ആമായിട്ടൊന്ന് പറഞ്ഞു, എല്ലാം ഉൾക്കൊള്ളിച്ചു പറഞ്ഞു. ഖുറൈശികൾക്ക് ഇണക്കം നമ്മൾ തന്നിരിക്കുന്നു. എന്നിട്ട് ഹാസായി പറയുന്നു, എവിടെയാണ് പ്രത്യേകിച്ച് അവരുടെ യാത്രയിലാണ് നിങ്ങൾക്ക് പ്രത്യേകം ഇണക്കം ഞാൻ തന്നിട്ടുണ്ട്. എന്നാ പറഞ്ഞത് രാത്രിയും പകലും എന്നല്ല, നേരെ മറിച്ച് തണുപ്പും ചൂടുകാലവും എന്നാ പറഞ്ഞത്. അതിന്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ ഈ സൂറത്ത് നമ്മളോട് വിളിച്ചു പറയുന്ന മറ്റൊരു കാര്യം, ഖുറൈശികൾ സമ്പന്നമായ ഒരു കാലഘട്ടമായിരുന്നു. അതേ ഖുറൈശികൾ ആ ഹിജാസിന്റെ തൊട്ടുഭാഗത്ത് ചിന്നിച്ചിതറിയ ഒരു വിഭാഗമായിരുന്നു. എന്നാൽ ശേഷം ഖുസയ്യ് ഇബ്നു കിലാബിന്റെ നേതൃത്വത്തിലാണ് ഖുറൈശികൾക്ക് ഒരു അടിസ്ഥാന നിലയുറപ്പ് വന്നത്. അത് കഅബാലയത്തിന്റെ തൊട്ടപ്പുറത്ത് ചാരത്ത് വന്നപ്പോഴാ അള്ളാഹു അവർക്ക് ഇസ്സത്ത് കൊടുത്തു, പ്രതാപം കൊടുത്തു. അതേ ഒരുപാട് കച്ചവട സംഘങ്ങൾ മക്കയിൽ നിന്ന് പോയിരുന്നു. ഒരു കച്ചവട സംഘവും തിരിച്ചു വന്നിരുന്നില്ല, ആക്രമിക്കപ്പെട്ടു. പക്ഷേ അള്ളാഹുവിന്റെ ഭവനത്തിന്റെ അഹലുകാരാണ് നിങ്ങളെന്ന് വിളിച്ചു പറഞ്ഞപ്പോൾ അവരെ എല്ലാവരും ബഹുമാനിക്കാൻ തുടങ്ങി, ആദരിക്കുവാൻ തുടങ്ങി. അള്ളാഹുവിന്റെ ബൈത്ത് നല്ല കൊടുത്ത പദവിയാണത്. അതേ എന്നിട്ട് അല്ലാഹു പറയുന്നു, ഫൽയഉബുദു റബ്ബ ഹാദൽ ബൈത്ത്, നിങ്ങൾ ആരാധന അർപ്പിക്കണേ. ഫൽയഅബ്ദു റബ്ബ ഹാദൽ ബൈത്ത്, ഈ അല്ലാഹുവിന്റെ ഭവനത്തിന്. ഇവിടെ ബൈത്ത് എന്ന വാചകമാണല്ലോ പ്രയോഗിച്ചത്. എന്തുകൊണ്ടാ? ബൈത്ത് എന്ന് പറഞ്ഞാൽ വീട് എന്നാണ്. അതുവരെ മക്കയിലെ ജനങ്ങൾക്ക് അതൊരു വീട് പോലെയായിരുന്നു. അതുകൊണ്ട് ചരിത്രത്തിൽ കാണാം, അതേ അവര് സ്വന്തം തവാഫ് ചെയ്യുമ്പോൾ പോലും അവർ വിവസ്ത്രരായിക്കൊണ്ട് നഗ്നരായിക്കൊണ്ട് തവാഫ് ചെയ്യുന്നവരായിരുന്നു. ഒരു വീടിന്റെ പവറേ അവർ കൊടുത്തിട്ടുള്ളൂ. പക്ഷേ നാടിന്റെ നാനാഭാഗത്ത് വെച്ച് ജനങ്ങൾ ഇങ്ങനെ ഓടിക്കൂടി വന്ന് അതേ കഅബാലയം ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാകുകയാണ്. ഒരു ഇസ്ലാമിക നാഗരികത അവിടെ പൊട്ടിപ്പുറപ്പെടുകയാണ്. അതുകൊണ്ടായിരുന്നു ഈ ടൂറിസ്റ്റ് കേന്ദ്രം എന്റെ രാജ്യത്തും വേണമെന്ന് അബ്രഹത്ത് ആശിച്ചു. അതുകൊണ്ട് കഅബാലയത്തിന്റെ ഒരു കല്ലെടുത്ത് കൊണ്ടുവന്ന് അതാ യമനിൽ കൊണ്ടുപോയി കഅബാലയം പണിയുന്നു. പക്ഷെ അള്ളാഹുവിന്റെ തീരുമാനം, ലോക മുസ്ലിങ്ങളുടെ ശ്രദ്ധ, ലോക മുസൽമാന്റെ കേന്ദ്രം അത് ഇബ്രാഹിം
ഇബ്രാഹിം നബി അലൈഹിസ്സലാം വിളിച്ചു പറഞ്ഞ അല്ലാഹുവേ നിന്റെ അടിയാളുകളെ നീ ഇതിലേക്ക് നയിക്കണേ അല്ലാ, ഈ കഅബാലയത്തിലേക്ക് എത്തിക്കണേ അല്ലാ. ഇത് അല്ലാഹുവിന്റെ തീരുമാനമാണ്. അതുകൊണ്ട് അബ്രഹത്തിന്റെ ഡ്യൂപ്ലിക്കേറ്റ് കഅബ അല്ലാഹ് പൊളിച്ചു കളഞ്ഞു. മാത്രമല്ല അത് പൊളിക്കാവുന്ന അബ്രഹത്തിനെയും അല്ലാഹ് നശിപ്പിച്ചു കളഞ്ഞു. അതുകൊണ്ട് ഫല്ലഅബ്ദു റബ്ബ ഹാദൽ ബൈത്ത്, നിങ്ങളെ കച്ചവടം പുഷ്ടിപ്പെടാൻ കാരണമായ ഈ കഅബാലയത്തിന് നിങ്ങൾ നന്ദി ചെയ്യണേ. ഖുർതുബിയിൽ കാണാൻ പറയുന്നു അത് അല്ലാഹു തആല ഒരുപാട് നിഅമത്ത് നിങ്ങൾക്ക് ചെയ്തു തന്നു. എല്ലാ നിഅമത്തും നിങ്ങൾ മറച്ചു വെച്ചാൽ, എല്ലാ നിഅമത്തും നിങ്ങൾ തിരസ്കരിച്ചാൽ, ഒരൊറ്റ നിഅമത്ത് കൊണ്ടെങ്കിലും നിങ്ങൾ അല്ലാഹുവിലേക്ക് മടങ്ങണേ. അതേതാണ് അനുഗ്രഹം. ഫല്ലഅബ്ദു റബ്ബ ഹാദൽ ബൈത്ത്, ഈ രക്ഷിതാവ്, ഈ വീടിന്റെ രക്ഷിതാവ് അല്ലാഹ് നിങ്ങൾ വേറെ പോവേണ്ട ആവശ്യമില്ല. നിങ്ങൾ കഅബാലയത്തിൽ പ്രതിഷ്ഠിച്ച 360 ബിംബങ്ങളുണ്ടല്ലോ, അതിന് കഴിവില്ല, അതിനെ പടച്ച അല്ലാഹുവിലേക്ക് നിങ്ങൾ മടങ്ങണേ. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു അല്ലദീ അത്അമഹും മിൻ ജൂ വആമലഹും മിൻ ഖൗഫ്, നിങ്ങൾക്ക് അതേ പട്ടിണിയിൽ നിന്ന് ഭക്ഷണം അല്ലാഹ് തന്നു, അതുപോലെ തന്നെ നിങ്ങൾക്ക് പേടിയിൽ നിന്ന് നിർഭയത്വം തന്നു. ഇവിടെ മിന്നെന്നാണ് ഉപയോഗിച്ചത്, അൻ എന്ന് ഉപയോഗിച്ചില്ല. എന്തുകൊണ്ട്? തഫ്സീർ റാസിയിൽ പറയുന്നു അൻ എന്ന് പറഞ്ഞാൽ കരീബിനെ സൂചിപ്പിക്കും, മിന്നെന്നാൽ ബഈദിനെ സൂചിപ്പിക്കും. അത് മക്ക പട്ടണത്തിൽ ഒരു കാലഘട്ടത്തിൽ വിശപ്പിന്റെ കാലഘട്ടമായിരുന്നു, അതിലേക്കുള്ളൊരു സൂചനയാണ്. നിങ്ങൾക്ക് അത്രത്തോളം വിശപ്പുള്ള ഒരു കാലഘട്ടമാണ്. അതിൽ നിന്നും അല്ലാഹു തആല നിങ്ങളെ ഈ രൂപത്തിലേക്ക് അയച്ചിരിക്കുന്ന ആ റബ്ബിലേക്ക് നിങ്ങൾ മടക്കണേ. ഫല്ലഅബ്ദു റബ്ബ ഹാദൽ ബൈത്ത്, ആ റബ്ബ് എങ്ങനെയുള്ള റബ്ബാണ്? നിങ്ങൾക്ക് ഭക്ഷണം തന്നു, അതുപോലെ തന്നെ നിങ്ങൾക്ക് നിർഭയത്വം തന്നു. ഈ രണ്ട് സിഫത്തിന് ഒരു പ്രത്യേകതയുണ്ട്. കാരണം ലോകത്ത് ആരൊക്കെ എന്ത് ദൈവത്തിന് ആരാധന വെക്കുന്നുണ്ടെങ്കിൽ, ബിംബങ്ങൾ ആരാധിക്കുന്നുണ്ടെങ്കിൽ, രണ്ടാളൊരു കാരണമാണ്. ഒന്ന് ദഫ്ഉൽ ദറർ, ജൽബുൻ നഫ്അ. രണ്ടിൽ ഒന്നല്ലാത്ത ഒരു ഇലാഹിനെ ലോകത്ത് കാണാൻ കഴിയില്ല. ജൽബുൻ നഫ്അ എന്ന് പറഞ്ഞാൽ ഉപകാരത്തെ വലിച്ചു കൊണ്ടുവരുന്നു എന്ന് റാസിയിൽ ബഹുമാനപ്പെട്ട ഇമാം റാസി അവിടുത്തെ തഫ്സീർ കബീറിൽ പറയുന്നു. ജൽബുൻ നഫ്അ എന്ന് പറഞ്ഞാൽ നഫ്ഇന് ഉപകാരത്തെ കൊണ്ടുവരുന്നു. പശു എന്നാൽ ഉപകാരമുണ്ട്, പാല് തരുന്നു. അതുകൊണ്ട് ഗോ മാതാവായി പോയി, ഗോ ദൈവമായി പോയി. അതുപോലെ തന്നെ ദഫ്ഉൽ ദററാണ് മനുഷ്യൻ ആരാധിക്കാൻ മറ്റൊരു കാരണം. പാമ്പെന്ന് പറഞ്ഞാൽ കുത്തും, അതിന് വിഷമുള്ള ജീവിയാണ്. തേള് കുത്തും, അതിന് വിഷമുള്ള ജീവിയാണ്. അതുകൊണ്ട് പാമ്പിനെ പേടിച്ച് പാമ്പിനെ ദൈവമാക്കി. അതുപോലെ തന്നെ പശുവിൽ നിന്ന് പാല് കിട്ടിയപ്പോൾ ആ പശുവിനെയും ദൈവമാക്കി. ഈ ഒരു നിയമം ഈ ഒരു കാലഘട്ടമായിരുന്നു. അന്ന് വരെ മനുഷ്യൻ പേടിക്കുന്ന ഒന്നിനെ ദൈവമാക്കുക, കിട്ടുന്ന ഒന്നിനെ ദൈവമാക്കുക, അതിലേക്കുള്ള സൂചനയാണ്. അത് മാത്രമല്ല, ഇതിന് മുന്നിൽ കഴിഞ്ഞുപോയ സൂറത്തിൽ പറഞ്ഞ സൂറത്തിൽ ഫീൽ, അത് നിങ്ങൾക്ക് ദഫ്ഉൽ ദററായിരുന്നു. അബ്രഹത്തും രാജാവും അതേ അവിടുന്ന് വരുന്ന ആനപ്പടയാളികളുമായി കടന്നു വന്നപ്പോൾ നിങ്ങളുടെ കയ്യിൽ ആയുധമില്ലായിരുന്നു. പക്ഷെ ആയുധങ്ങൾക്ക് പകരം അല്ലാഹ് തീക്കല്ലറുത്ത് നിങ്ങൾക്ക് ആ ലറിൽ നിന്ന് അല്ലാഹ് മോചനം നിങ്ങൾക്ക് തന്നില്ലേ? എന്നിട്ടോ ശേഷം വരുന്ന സൂറത്തിൽ ഈലാഫിൽ പറയുന്നത് കച്ചവടം നിങ്ങൾക്ക് ഇണക്കിക്കൊണ്ട് നിങ്ങളെ ഫലപുഷ്ടിയിൽ അല്ലാഹ് എത്തിച്ചില്ലേ? ആ രണ്ടിലേക്കുമുള്ളൊരു സൂചനയും കൂടി ഇവിടെ അല്ലാഹു തആല ഇവിടെ ഉദ്ദേശിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ കഅബാലയത്തിന്റെ കല്ലുകളല്ല, ആ കഅബാലയത്തിൽ നിങ്ങൾ സൃഷ്ടിച്ച ആ ബിംബങ്ങളെയല്ല, അതിനെയും നിങ്ങൾക്ക് കച്ചവടം സിറിയയിലേക്കും ഫലസ്തീനിലേക്കും കച്ചവടക്കാർ ഓടിയെടുക്കുവാൻ കാരണക്കാരനായ ഈ കഅബാലയം പഠിച്ച ഒരു റബ്ബുണ്ട്. ആ റബ്ബിലേക്ക് നിങ്ങൾ മടങ്ങണേ. അതുകൊണ്ട് ആദ്യത്തിൽ ഉറച്ചു പോയിക്കൊണ്ട് അല്ലാഹനെ മറക്കല്ല മനുഷ്യ. അത് സമ്പത്ത് കിട്ടുമ്പോൾ റബ്ബിനെ മറക്കല്ല മനുഷ്യ. കച്ചവടം ഫലപുഷ്ടി വരുമ്പോൾ അല്ലാഹനെ മറക്കല്ല മനുഷ്യ. അതിന്റെ പ്രധാന സബബായിക്കൊണ്ട് കാരണമായിക്കൊണ്ട് അല്ലാഹു അവിടെ കാരണങ്ങൾ നിശ്ചയിച്ചു വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് കേവലം ബാഹ്യമായ കാഴ്ചകൾ കണ്ട് നിങ്ങൾ റബ്ബിനെ മറക്കാൻ പാടില്ല എന്നതിലേക്കുള്ള വ്യക്തമായ സൂചനയാണ്
ലഇലാഫി ഖുറൈശ് ഇലാഫിഹിം റിഹ്ലതസ് സിതാഇ വസ്സൈഫ് എന്ന സൂറത്തിൽ കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആല മാനവ സമുദായത്തെ പഠിപ്പിക്കുന്നത് ആ റബ്ബിലേക്ക് അല്ലാഹ് ശ്രദ്ധയെ തിരിച്ചു വിടുകയാണ്. അതുകൊണ്ടാണ് ലോകത്തിന്റെ നാനാഭാഗത്തും അല്ലാഹ് ആ കഅബാലയത്തിലുള്ള ഒരു ശുദ്ധജലം സംസം, ആ സംസമിനെ അല്ലാഹ് ലോകത്തെ മുഴുവനും കഅബാലയം അറിയപ്പെടണം. കഅബാലയം അവിടുന്ന് ആരാധിക്കപ്പെടേണ്ട വസ്തുവല്ല. ആ കഅബത്തിന്റെ റബ്ബിലേക്ക് അവർ മടങ്ങണം. അതിലേക്ക് അള്ളൊരു സഭ വിളിച്ചു. ലോകത്തെ എവിടെയൊക്കെ മുസ്ലിങ്ങൾ ജീവിച്ചിരിപ്പുണ്ടോ ആ മുസൽമാന്റെ വീട്ടിലെ വിശുദ്ധമായ പാനീയമായി കൊണ്ട് അല്ലാഹ് സംസമിനെ വെച്ചതും അതേ കഅബയിലാണ്. ആ റബ്ബിലേക്ക് മനുഷ്യരെ നിങ്ങൾ മടങ്ങൂ എന്നവരോടുള്ള ത്യാഗപൂർണമായ അതുപോലെ തന്നെ ഇൽപ്പത്തുള്ള ഒരു വാക്യമായിരുന്നു ഈ സൂറത്ത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. വാഹിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.